നമസ്കാരം. VVY-ITI കൽപ്പകഞ്ചേരിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഫസ്റ്റ് ഇയറിൽ നിന്നും മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചുരുക്കം ചില ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് പോവാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് ഡബിൾ സ്ട്രോക്ക് ലെറ്റർ? ഡബിൾ സ്ട്രോക്ക് ലെറ്ററിൻ്റെ ഇൻക്ലിനേഷൻ ആംഗിൾ എത്രയാണ് എന്നാണ് ചോദ്യം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഷേപ്സിന് മാത്രമല്ല ലെറ്റേഴ്സിനും അതിൻ്റേതായ ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലെറ്ററിങ്ങിൽ ഒരു ഫോമാണ് ഡബിൾ സ്ട്രോക്ക് ലെറ്റർ, മറ്റൊരു ഫോമാണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്റർ. ഡബിൾ സ്ട്രോക്ക് ലെറ്ററിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡബിൾ സ്ട്രോക്ക് ലെറ്റർ നമുക്ക് വെർട്ടിക്കലായും എഴുതാം, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടും എഴുതാം. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഡബിൾ സ്ട്രോക്ക് ലെറ്ററിൻ്റെ ആംഗിളാണ് 75 ഡിഗ്രി. ആൻസർ 75 ഡിഗ്രി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ട്രിംഡ് സൈസ് ഓഫ് A3 ഡ്രോയിങ് ഷീറ്റ്? A3 ഡ്രോയിങ് ഷീറ്റിൻ്റെ ട്രിംഡ് സൈസ് എത്രയാണ് എന്നതാണ് ചോദ്യം. ആസ് പെർ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, ഒബ്ജക്റ്റിൻ്റെ സൈസിനും വരയ്ക്കാനെടുക്കുന്ന സ്കെയിലിനുമനുസരിച്ച് ഡ്രോയിങ് ഷീറ്റ്സിനെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. A0, A1, A2, A3, A4 ആൻഡ് A5. അതിൽ A3യുടെ സൈസ് എത്രയാണ്, ട്രിംഡ് സൈസ് എത്രയാണ് എന്നതാണ് ചോദ്യം. (297/420 mm) ആണ് ട്രിംഡ് സൈസ് ഓഫ് A3 ഡ്രോയിങ് ഷീറ്റ്. A0, A1, A2, A3, A4, A5 ഡ്രോയിങ് ഷീറ്റ്സിൻ്റെ ട്രിംഡ് ആൻഡ് അൺട്രിംഡ് സൈസസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 1:√2 ആയിരിക്കും. ക്ലാസ് റൂമിൽ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റ് A2 സൈസ് ഉള്ള ഡ്രോയിങ് ഷീറ്റാണ്. A0 ഷീറ്റിൻ്റെ ഏരിയ 1 m² ആണ് എന്നതാണ് അടുത്ത ഒരു പ്രത്യേകത. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് വേണ്ടി കൂടുതൽ നോട്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് റെഡ്യൂസ്ഡ് സ്കെയിൽ? ഏതാണ് ഒരു റെഡ്യൂസ്ഡ് സ്കെയിൽ എന്നാണ് ചോദ്യം. ഈ ചോദ്യം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റിയ ചോദ്യമാണ്. ഞാൻ ആൻസറിൽ കാണിച്ചിട്ടുള്ളത് 1:2, 1:5, 1:10 എക്സെട്ര. ഇതെല്ലാം ഒരു എക്സാമ്പിൾസ് മാത്രമാണ്. ഇത് മൂന്നുമാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് തെറ്റിദ്ധരിക്കരുത്. ആക്ച്വലി റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ RF, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്കെയിൽസിനെ തരം തിരിച്ചിട്ടുള്ളത്. റെഡ്യൂസിങ് സ്കെയിൽ, എൻലാർജിങ് സ്കെയിൽ, ഫുൾ സ്കെയിൽ, ഇങ്ങനെ 3 ടൈപ്പാണ് നമ്മൾ ആക്ച്വലി സ്കെയിൽസിനെ തരം തിരിച്ചിട്ടുള്ളത്. RF ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഒബ്ജക്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വരയ്ക്കേണ്ട ഒബ്ജക്റ്റിൻ്റെ സൈസ് 5 മീറ്റർ ആണെങ്കിൽ നമുക്കറിയാം അത് വരയ്ക്കേണ്ട ഡ്രോയിങ് ഷീറ്റിന് അത്രയും ലെങ്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മളതിനെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് അതിൻ്റെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഒന്നും മാറാതിരിക്കാതെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ സ്കെയിൽ ചെയ്യുന്നത്. ഡ്രോയിങ് ചെയ്യേണ്ട ആ ഒരു സ്പേസിൻ്റെ ലെങ്ത് 25 mm ആണെങ്കിൽ RF ഈക്വൽ ടു 25 mm ഡിവൈഡഡ് ബൈ 5000 എന്നാണ് വരുന്നത്. അത് റെഡ്യൂസ് ചെയ്ത് നോക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 200 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇതിൽ 5000 എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കണ്ട. 5 മീറ്റേഴ്സ് ആയിരുന്നു നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ മില്ലിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തതാണ് 5000. 1/200 എന്ന് നമുക്ക് ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്കെയിൽ വാല്യൂ ആണ് 1:200 എന്നുള്ളത്. അതാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ സൈസ് ഡ്രോയിങ്ങിനേക്കാളും കൂടുതലാണെങ്കിലാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എൻലാർജിങ് സ്കെയിലാണ് വരുന്നത്. ഫുൾ സ്കെയിൽ എന്ന് പറയുന്നത് 1:1 ആണ്. അത്രയാണ് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. Which is reduced scale? Answer 1:2, 1:5, 1:10, etc. അടുത്ത ചോദ്യം, the construction of a temporary structure required to support an unsafe structure is called. ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ അൺസേഫ് കണ്ടീഷനിൽ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചർ ഏതാണ് എന്നാണ് ചോദ്യം. നമ്മൾ ഒരുപാട് ടെമ്പററി സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഷോറിങ്, സ്കാഫോൾഡിങ്, അണ്ടർപിന്നിങ്, എക്സെട്ര. അപ്പോൾ ഇതിലെല്ലാം ഒരു ബിൽഡിങ്ങിന് അൺസേഫ് കണ്ടീഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബിൽഡിങ്ങിന് അൺസേഫ് കണ്ടീഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അടുത്ത ചോദ്യം, ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ ഈസ് കോൾഡ്. ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിൻ്റെ അൺസേഫ് കണ്ടീഷനിൽ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചർ ഏതാണ് എന്നാണ് ചോദ്യം. നമ്മൾ ഒരുപാട് ടെമ്പററി സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഷോറിങ്, സ്കാഫോൾഡിങ്, അണ്ടർപിന്നിങ്, എക്സെട്ര. അപ്പോൾ ഇതിലെല്ലാം ഒരു ബിൽഡിങ്ങിന് അൺസേഫ് കണ്ടീഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബിൽഡിങ്ങിന് അൺസേഫ് കണ്ടീഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഫൗണ്ടേഷന് അൺഈക്വൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ബിൽഡിങ് റിമൂവ് ചെയ്യുമ്പോഴോ ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിന് അൺസേഫ് കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. അത് റിക്കവർ ചെയ്യാനായിട്ട് താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഷോറിങ്. സോ ദ ആൻസർ ഈസ് ഷോറിങ്. അടുത്ത ചോദ്യം, നെയിം ദ പാർട്ട് മാർക്ക്ഡ് എക്സ് ഇൻ ദ സ്കഫോൾഡിങ്. ഒരു സ്കഫോൾഡിങ്ങിൻ്റെ എലിവേഷനാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ പാർട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഒരു സ്കാഫോൾഡിങ്ങിൻ്റെ എലിവേഷൻ. അതിനകത്ത് വെർട്ടിക്കലായിട്ട് കാണിച്ചിട്ടുള്ള പോർഷൻസാണ് സ്റ്റാൻഡേർഡ്സ്. ആ വെർട്ടിക്കലായിട്ട് കാണിച്ചിട്ടുള്ള പോർഷന് എക്രോസ് ആയിട്ട്
ഹൊറിസോണ്ടലായിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു പോർഷനാണ് ലെഡ്ജേഴ്സ്. അതിന് പെർപെൻഡിക്കുലറായിട്ട് എലിവേഷൻ ആയതുകൊണ്ട് തന്നെ അത് ഒരു ചെറിയ റൗണ്ടായിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. അതിന് പറയുന്ന പേരാണ് പുട്ട്ലോഗ്സ്. ഇനി ഇതിനെല്ലാം പുറമെ സ്റ്റാൻഡേർഡ്സിൻ്റെ എൻഡിങ്സിൽ നിന്ന് ക്രോസ് ആയിട്ട് ഒരു എക്സ് മാർക്ക് പോലെ കാണിച്ചിട്ടുള്ള ആ ഒരു പോർഷനെയാണ് ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് നമ്മുടെ ചോദ്യം. അതിന് പറയുന്ന പേരാണ് ബ്രേസ്. അടുത്ത ചോദ്യം, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ചെക്ക് ദ ലെവൽ ഓഫ് വാൾ ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ ഈസ്. ഒരു വാളിൻ്റെ ഹൊറിസോണ്ടൽ പൊസിഷൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഹൊറിസോണ്ടൽ ലെവലിംഗ് ചെക്ക് ചെയ്യാൻ മേസൺറിയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് സ്പിരിറ്റ് ലെവലാണ്. വെർട്ടിക്കൽ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വാളിൻ്റെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് പ്ലംബ് റൂൾ. ഇത് രണ്ടും മാറിപ്പോവാൻ പാടില്ല. ഹൊറിസോണ്ടൽ ലെവൽ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സ്പിരിറ്റ് ലെവൽ ആൻഡ് വെർട്ടിക്കാലിറ്റി ഓർ വെർട്ടിക്കൽ ലെവൽ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്ലംബ് റൂൾ. അടുത്ത ചോദ്യം, ബ്രിക്ക് ഫ്ലോർ ആർ യൂസ്ഡ് ഇൻ. ഫ്ലോർ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണിത്. ബ്രിക്ക് ഫ്ലോർ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോർസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മഡ് ഫ്ലോർ, മ്യൂറം ഫ്ലോർ, ബ്രിക്ക് ഫ്ലോർ, ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർ എക്സെട്ര. അതിൽ ബ്രിക്ക് സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത് ഗോഡൗൺസിലും സ്റ്റോഴ്സിലും വെയർ ഹൗസസിലും ഒക്കെയാണ്. ബ്രിക്ക് ഫ്ലോർ ആർ യൂസ്ഡ് ഇൻ ഗോഡൗൺസ്, സ്റ്റോഴ്സ് ആൻഡ് വെയർ ഹൗസസ്. ബ്രിക്ക് ഫ്ലോർസ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ബ്രിക്സിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ യൂണിഫോം ഷേപ്പ് ആൻഡ് കളർ ആൻഡ് ഗുഡ് ക്വാളിറ്റി. വൺ 1:8:16 PCC 10 to 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പ്രൊവൈഡ് ചെയ്ത് അതിനു മുകളിലാണ് ബ്രിക്ക് ഫ്ലോർസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ടെറാസോ ഈസ് എ മിക്സ്ചർ ഓഫ് മാർബിൾ ചിപ്പിംഗ് ആൻഡ്. ബ്രിക്ക് ഫ്ലോർ പോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ് ടെറാസോ ഫ്ലോർ. അതിൽ ടെറാസോ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ടെറാസോ ഈസ് എ മിക്സ്ചർ ഓഫ് മാർബിൾ ചിപ്സ് ആൻഡ് സിമെൻറ്റ്. സിമെൻറ്റും മാർബിൾ ചിപ്സും വെറ്റ് കണ്ടീഷനിൽ മിക്സ് ചെയ്തിട്ടാണ് ടെറാസോ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പ്ലാനിംഗ് ടൂൾസ് ആർ യൂസ്ഡ് ടു ഡാഷ് ദ സർഫസ് ഓഫ് വുഡ്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. വുഡ് ആൻഡ് ടിമ്പേഴ്സിൽ നിന്നുള്ളതാണ് ഈ ചോദ്യം. വുഡിൻ്റെ സർഫസിൽ നിന്നും പാർട്ടിക്കിൾ ഷേവ് ചെയ്തെടുത്ത് ആ വുഡിനെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ആണ് പ്ലാനിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. പ്ലാനിംഗ് ടൂൾസ് ആർ യൂസ്ഡ് ടു സ്മൂത്ത് ദ സർഫസ് ഓഫ് വുഡ്. ആൻസർ സ്മൂത്ത്. അടുത്ത ചോദ്യം, റിവോൾവിംഗ് ഡോർസ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് പ്ലേസസ്. നമുക്കറിയാം
ഒരുപാട് ടൈപ്സ് ഓഫ് ഡോർസ് ഉണ്ട്. റിവോൾവിംഗ് ഡോർസ്, സ്ലൈഡിംഗ് ഡോർ, സ്വിംഗ് ഡോർ, കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ, റോളിംഗ് സ്റ്റീൽ ഷട്ടേഴ്സ്. ഇത്തരം ഡോർസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഓരോ പ്രത്യേക ഏരിയാസ് ഉണ്ട്. അതിൽ റിവോൾവിംഗ് ഡോർസ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. പബ്ലിക് ബിൽഡിങ്സിലാണ് റിവോൾവിംഗ് ഡോർസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. പബ്ലിക് ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ ലൈബ്രറീസ് ആവാം, മ്യൂസിയംസ്, ബാങ്ക്സ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെയുള്ള വിസിറ്റേഴ്സ് കൂടുതലുള്ള ഏരിയാസിലൊക്കെ റിവോൾവിംഗ് ഡോർസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു പേഴ്സണ് എക്സിറ്റ് ആവാനും വേണ്ടിയിട്ടാണ്, ഒരേ സമയം എക്സിറ്റ് ആവാനും കൂടി വേണ്ടിയിട്ടാണ് റിവോൾവിംഗ് ഡോർസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൺജങ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, എ കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്സ് ഈസ് കോൾഡ്. നമുക്കറിയാം സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്സ്, ഒരുപാട് സ്റ്റെപ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? കൂടുതൽ ഹൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരു ഫ്ലോറിൽ നിന്നും വേറൊരു ഫ്ലോറിലേക്ക് ആ ഫ്ലോർസ് ഡിഫറെൻറ്റ് ലെവലിലാണെങ്കിൽ അത് തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട്, വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റെയർസ്. സ്റ്റെയറിൻ്റെ ഡെഫിനിഷൻ: എ സ്റ്റെയർ ഈസ് ഡിഫൈൻഡ് ആസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് അറേഞ്ച്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കണക്റ്റിംഗ് ഡിഫറെൻറ്റ് ഫ്ലോർസ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൽ ഡിഫറെൻറ്റ് ലെവലിലുള്ള ഫ്ലോർസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വെർട്ടിക്കൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്സിനെയാണ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ ചോദ്യവും. എ കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റെപ്സ് ഈസ് കോൾഡ് സ്റ്റെയർസ്. സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എൻക്ലോഷർ ഓർ റൂം, അതിനെ പറയുന്നതാണ് സ്റ്റെയർ കേസസ്. അടുത്ത ചോദ്യം, ദ പ്രൊജക്ഷൻ ഓഫ് ത്രെഡ് ബിയോണ്ട് ദ റൈസർ ഈസ് കോൾഡ്. റൈസറിനടുത്ത് നിന്നും ത്രെഡിൻ്റെ പ്രൊജക്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം റൈസർ എന്താണ്, ത്രെഡ് എന്താണ് എന്നറിയണം. Tread and risers are the part of stairs. Thread എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the horizontal upper portion of the step. ഒരു സ്റ്റെപ്പിലെ ടോപ്പ് പോർഷനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. നമ്മൾ കാല് വയ്ക്കുന്ന, പാദം വയ്ക്കുന്ന ആ ഒരു പോർഷനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ മെമ്പറിനെയാണ് റൈസർ എന്ന് പറയുന്നത്. റൈസർ ഓർ റൈസ്. ഈ റൈസറും ത്രെഡും തമ്മിൽ കണക്റ്റഡ് ടു ഈച്ച് അതർ ആയിരിക്കും. ഇത് തമ്മിലുള്ള കണക്ഷനിൽ എവിടെയാണോ റൈസർ നിൽക്കുന്നത് അതിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട്, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ത്രെഡിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അതിന് എന്ത് പേരാണ് പറയുന്നത് എന്നാണ് ചോദ്യം. നോസിങ് എന്നാണ് അതിന് പറയുന്നത്. ദ പ്രൊജക്റ്റിംഗ് പാർട്ട് ഓഫ് ദ ത്രെഡ് ബിയോണ്ട് ദ ഫേസ് ഓഫ് റൈസർ ഈസ് കോൾഡ് നോസിങ്. അടുത്ത ചോദ്യം, ദ റൂഫ് വിച്ച് സ്ലോപ്സ് ഇൻ 4 ഡയറക്ഷൻ ഈസ് കോൾഡ്. 4 ഡയറക്ഷനിലേക്കും സ്ലോപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന റൂഫിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. റൂഫിൻ്റെ ക്ലാസിഫിക്കേഷനിൽ 3 ടൈപ്സ് ആണുള്ളത്. പിച്ച്ഡ് റൂഫ്,
ഫ്ലാറ്റ് റൂഫ്, കർവ്ഡ് റൂഫ്. ഈ 3 ടൈപ്പിൽ സ്ലോപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റൂഫാണ് പിച്ച്ഡ് റൂഫ്. പിച്ച് എന്ന് പറയുന്നത് റൂഫിൻ്റെ ഇൻക്ലിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. പിച്ച്ഡ് റൂഫിലെ ഒരു ടൈപ്പാണ് ഹിപ്പ് റൂഫ്. 4 സൈഡ്സിലേക്കും 4 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് പോർഷൻസ് വരികയാണെങ്കിൽ അതിനെയാണ് ഹിപ്പ് റൂഫ് എന്ന് പറയുന്നത്. ഹിപ്പ് റൂഫിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഡയറക്ഷനിലേക്കും വരുമ്പോൾ അതിൻ്റെ എൻഡ് ഫേസസിൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. 4 ഡയറക്ഷൻസിൽ 2 ഓപ്പോസിറ്റ് എൻഡ് ഫേസസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനെയാണ് ഹിപ്പ് റൂഫ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ക്യൂൻ പോസ്റ്റ് ട്രസ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡാഷ് മീറ്റർ സ്പാൻ. എത്ര മീറ്റർ സ്പാനിലാണ് ക്യൂൻ പോസ്റ്റ് ട്രസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രസ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ്: കിങ് പോസ്റ്റ് ട്രസ്, ക്യൂൻ പോസ്റ്റ് ട്രസ്, മാൻസാർഡ് ട്രസ്, ട്രങ്കേറ്റഡ് ട്രസ്, എക്സെട്ര. അപ്പോൾ ഇതിനകത്ത് 2 വെർട്ടിക്കൽ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റിന് പറയുന്ന പേരാണ് ക്യൂൻ പോസ്റ്റ്. ക്യൂൻ പോസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ട്രസ്സിനെയാണ് ക്യൂൻ പോസ്റ്റ് ട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പം കിങ് പോസ്റ്റുമായിട്ട് കമ്പൈൻ ചെയ്യാനാണ്. കിങ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് പറയുന്ന പേര് കിങ് പോസ്റ്റ്. കിങ് പോസ്റ്റ് ട്രസ്സിൽ ജോയിൻ്റ് വരുന്ന ആ ടോപ്പ് പോർഷൻ, ആ സെൻറ്റർ പോർഷനിൽ ഒരു സിംഗിൾ വെർട്ടിക്കൽ പോസ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന് പറയുന്ന പേരാണ് കിങ് പോസ്റ്റ്. ക്യൂൻ പോസ്റ്റ് ട്രസ്സിൽ സെൻട്രലി സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. സ്ലോപ്സിൻ്റെ 2 സൈഡിലേക്കായിട്ട് 2 വെർട്ടിക്കൽ പോസ്റ്റാണ് കൊടുക്കുന്നത്. അതിന് പറയുന്നതാണ് ക്യൂൻ പോസ്റ്റ് ട്രസ്. 8 to 12 മീറ്റർ സ്പാൻ ലെങ്ത് ഉള്ള റൂഫിലാണ് ക്യൂൻ പോസ്റ്റ് ട്രസ് യൂസ് ചെയ്യുന്നത്. ക്യൂൻ പോസ്റ്റ് ട്രസ്സസ് സ്പേസ് ചെയ്യുന്നത് 3 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലാണ്. ഒരു റൂഫിൻ്റെ സ്പാനാണ് 8 to 12 മീറ്റർ പറഞ്ഞിട്ടുള്ളത്. ക്യൂൻ പോസ്റ്റ് ട്രസ് ഈസ് സ്യൂട്ടബിൾ ഫോർ 8 to 12 മീറ്റർ സ്പാൻ. അടുത്ത ചോദ്യം, ദ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് സ്ലോപ്പിംഗ് റൂഫ് ഈസ് കോൾഡ്. ഒരു സ്ലോപ്പ് റൂഫിലെ ഏറ്റവും ടോപ്പ് പോർഷനുള്ള പാർട്ടിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. റൂഫിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ടിനെ പറയുന്ന പേര് റിഡ്ജ്. റിഡ്ജ് എന്ന് പറയുന്നത് സ്ലോപ്ഡ് റൂഫിൽ സ്ലോപ്സ് തമ്മിൽ കൂടിച്ചേരുന്ന ആ ഒരു പോർഷനെയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് സ്പാൻ, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഫേസസ് ഓഫ് വാൾ. ഒരു റൂഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വാള്, ഇൻറ്റേർണൽ ഫേസ് ഏതാണോ റൂഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാൾ, അതിൻ്റെ ഇൻറ്റേർണൽ ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു പാർട്ടാണ് പിച്ച്. റൂഫിൻ്റെ ഇൻക്ലിനേഷനെയാണ് പിച്ച് എന്ന് പറയുന്നത്. അടുത്ത ഒരു പാർട്ട് ഗേബിൾ.
ഒരു സ്ലോപ്ഡ് റൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വാളിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ട്രയാങ്കുലർ പോർഷനെയാണ് ഗേബിൾ എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് റൂഫ്സിൽ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.